ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പ്രോഡക്റ്റുകളാണ്. ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. എല്ലാത്തിലും ഈ കസ്റ്റമേഴ്സിന് എന്നും കംപ്ലയിൻ്റാണ് ഇവിടെ. ഇതിന് കാരണം എന്താ? ചീറ്റിങ്, കസ്റ്റമർ ചീറ്റിങ്ങാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു റിന്ന് സോപ്പ് അല്ലേ, വാഷിംഗ് സോപ്പാണ്. ഇത് ഒരെണ്ണം വരുന്നത് 250 ഗ്രാമാണ്. അതേ സിംഗിൾ പാക്കാണ് ഇത് 250 ഗ്രാമാണ്. ഇതിൻ്റെ MRP വരുന്നത് 25 രൂപയാണ്. ഒരെണ്ണത്തിൻ്റെ വില 25 രൂപ, 250 ഗ്രാം റിൻ സോപ്പ്. ഇത് 6 കെട്ടുമ്പോൾ എത്രയായി വില? 25 രൂപ. 25 × 6 150 രൂപ അല്ലേ? അവരതിനിട്ടിരിക്കുന്നത് MRP മെഗാ ഓഫർ പാക്ക്. ഇതാ മെഗാ പാക്ക് 162 രൂപ, 2 രൂപ ഡിസ്കൗണ്ട് 160 രൂപ. ഈ കസ്റ്റമർക്ക് ഇത് 6 എടുത്താൽ 150 രൂപ ലാവുള്ളൂ. ഈ 10 രൂപ അധികം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഈ മെഗാ ഓഫർ പാക്ക് എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. അതേപോലെ തന്നെയാണ് ഈ റെക്സോണ സോപ്പ്, 150 ഗ്രാമിൻ്റെ റെക്സോണ സോപ്പ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 231 രൂപ. ഇതിൻ്റെ MRP വരുന്നത്. ഇതിൻ്റെ സിംഗിൾ പാക്ക് ഉണ്ട്, 150 ഗ്രാമിൻ്റെ ഒരെണ്ണം സിംഗിൾ പാക്ക്. ഇതിൻ്റെ MRP വരുന്നത് 77 രൂപ. 77 × 3 എത്രയായി? 231 രൂപ. ആ 231 രൂപ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ എന്താണ് ഈ സേവർ പാക്ക് എന്ന് മനസ്സിലായില്ല. ഇതുണ്ടോ സേവർ പാക്ക്? കസ്റ്റമർ ചീറ്റിങ്. അതേപോലെ തന്നെ നമുക്ക് ലൈഫ് ബോയ് സോപ്പ്. ഈ ലൈഫ് ബോയ് സോപ്പിൻ്റെ 125 ഗ്രാമിൻ്റെ സോപ്പിൻ്റെ MRP വരുന്നത് 36 രൂപയാണ്. 36 രൂപ കണ്ടോ MRP വരുന്നത്. അതിൻ്റെ 4 കോംബോ മെഗാ ഓഫർ പാക്ക് കണ്ടോ, മെഗാ ഓഫർ പാക്ക് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. മെഗാ ഓഫർ പാക്ക് 4 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ MRP വരുന്നത് 144 രൂപ. അപ്പോൾ 36 × 4 എത്രയായി? 144 രൂപ. ഇത് 144 രൂപ. പിന്നെ ഈ മെഗാ ഓഫർ പാക്ക് എന്താണ്? കസ്റ്റമറെ കബളിപ്പിക്കലല്ലേ. ഈ കസ്റ്റമർ സാധനം എടുത്തിട്ട്, കസ്റ്റമർ ഇന്നലെ ഒരു ബാസ്ക്കറ്റിൽ ട്രോളി ഫുള്ള് സാധനം എടുത്ത ആളാണ്, അതവിടെ ഇട്ടിട്ട് പോയി. ആ കസ്റ്റമർ ഇനി ഇങ്ങോട്ട് വരില്ല. അതിൻ്റെ 2 ദിവസം മുമ്പ് അതേപോലെ കസ്റ്റമർ പോയി, അയാളൊന്നും ഇങ്ങോട്ട് വരില്ല. ഇതിങ്ങനെ നമ്മൾ കടക്ക് ചീത്തപ്പേരുണ്ടാക്കുകയല്ലേ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്ര പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഷോപ്പ് ഓപ്പൺ ചെയ്ത മുതൽ ക്ലോസ് ചെയ്യുന്നത് വരെ അവർ പ്രൊമോട്ടർ നിർത്തട്ടെ ഇവിടെ. എന്നിട്ട് കസ്റ്റമറെ സംശയം മറുപടി അതിന് അവർ കൊടുക്കട്ടെ. ആ സംശയം നിവാരണം നടത്തണം ഇവിടെ. അവർ പ്രൊമോട്ടറാണ് ഇത് ഇവിടെ വന്നിട്ട് അതിന് പരിഹാരം കാണേണ്ടത്. അല്ലെങ്കിൽ പ്രോഡക്റ്റ് ബഹിഷ്കരിക്കുക, വേറെ മാർഗം